മഹാകേരള യുദ്ധത്തിന് കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമുണ്ടാവും. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ തിരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. രണ്ടു വലിയ യാത്രകൾ നടക്കുകയാണ് കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കോട്ട്. ഒന്ന് വികസന മുന്നേറ്റ ജാഥ, മറ്റൊന്ന് പുതുയുഗ യാത്ര. രണ്ടു യാത്രകളും കേരളത്തിന്റെ രാഷ്ട്രീയ അലയൊലികൾ സൃഷ്ടിക്കുമ്പോൾ മഹാകേരള യുദ്ധത്തിന്റെ കാഹളമാണ്. മാധ്യമങ്ങളിലും ഒപ്പം തന്നെ ജനമനസ്സുകളിലും ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ചൂടാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടും സ്പന്ദനവും നേരിട്ടറിയാൻ റിപ്പോർട്ടർ ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. അതും റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേയുമായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളുടെ റിപ്പോർട്ടർ ഡിജിറ്റൽ വിങ് ഒരുക്കുന്ന റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്ക് നിങ്ങളുടെ MLA വിലയിരുത്താം, നാടിന്റെ സ്പന്ദനങ്ങൾ അറിയാം, നാടിന്റെ ഭരണകർത്താക്കൾക്ക് മാർക്കിടാൻ ഒരു ജനകീയ വേദി. MLAയുടെ സമഗ്ര പ്രവർത്തനത്തിന് മണ്ഡലത്തിലെ ജനങ്ങൾ നൽകുന്ന റേറ്റിംഗ് എത്ര? അതെ, ഭരണകർത്താക്കളെ വിലയിരുത്താം, നാടിന്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാം. യുവർ റേറ്റിംഗ്, യുവർ വോയിസ്. റിപ്പോർട്ട് ഓൺലൈൻ ഇലക്ഷൻ സർവേക്ക് ഞങ്ങൾ തുടക്കമിടുകയാണ്. രാഷ്ട്രീയ കേരളത്തിന്റെ വിധിയെഴുത്തിന് മുൻപ് റിപ്പോർട്ടർ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. റിപ്പോർട്ടർ അവതരിപ്പിക്കുന്നു റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026. വെൽക്കം. കേരളത്തിന്റെ ജനമനസ്സറിയാൻ റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ. നിങ്ങളുടെ MLA വിലയിരുത്താൻ, നാടിന്റെ ഭരണകർത്താക്കൾക്ക് മാർക്കിടാൻ ഒരു ജനകീയ വേദി. റിപ്പോർട്ടർ live.com-ലൂടെയും QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് സർവേയിൽ പങ്കാളികളാകാം. സർവേ സ്പെഷ്യൽ പേജിൽ നിന്ന് നിങ്ങളുടെ ജില്ലയും മണ്ഡലവും തിരഞ്ഞെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പേജിലേക്ക് പോകാം. MLAയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന ഓരോ ചോദ്യങ്ങൾക്കും 0 മുതൽ 10 വരെ മാർക്കുകൾ നൽകാം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 6 പ്രധാന ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ അവസരമുണ്ട്. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോൺ OTP വെരിഫൈ ചെയ്ത് സർവേ പൂർത്തിയാക്കാം. ഒരു നമ്പറിൽ നിന്ന് ഒരു തവണ മാത്രമേ സർവേയിൽ പങ്കെടുക്കാൻ സാധിക്കൂ. ഓരോ മണ്ഡലത്തിന്റെയും സമഗ്രമായ ചരിത്രവും സർവേ പേജിൽ ലഭ്യമാണ്. സന്ദർശിക്കൂ റിപ്പോർട്ടർ live.com. QR കോഡ് സ്കാൻ ചെയ്ത് ഇപ്പോൾ തന്നെ അഭിപ്രായം രേഖപ്പെടുത്താം. പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി പറയുന്നു, ഇതൊരു ഓൺലൈൻ സർവേ മാത്രമാണ്. റിപ്പോർട്ടർ ഇലക്ഷൻ സർവേക്ക് വേണ്ടി ഒരു ഏജൻസിയെയും ഇപ്പോൾ സമീപിച്ചിട്ടില്ല. ഏജൻസികളുടെ തെറ്റായ കണക്കുകളോ തെറ്റായ രീതിശാസ്ത്രമോ പ്രതിഫലിക്കാതിരിക്കാൻ പരമാവധി സുതാര്യമായിട്ടാണ് ഈ ഇലക്ഷൻ സർവേ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇലക്ഷൻ സർവേ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഡിജിറ്റൽ വിഭാഗമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ വിഭാഗത്തിന്റെ തലവൻ ഷഫീഖ് താമരശ്ശേരി നമുക്കൊപ്പമുണ്ട്. ഒപ്പം ജിമ്മി ജെയിംസ്, എക്സിക്യൂട്ടീവ് സുസ്മിനി പരുത്തിക്കാട്, MDയും MEയുമായ ആന്റോ അഗസ്റ്റിൻ, ഒപ്പം PR സുനിൽ എന്നിവർ നമുക്കൊപ്പമുണ്ട്. കാര്യങ്ങൾ വിശദമായി തന്നെ പ്രേക്ഷകരോട് പറയാം. ആദ്യം ഞാൻ ഷഫീഖിലേക്ക് വരുന്നു. ഷഫീഖ്, ഈ ഇലക്ഷൻ സർവേ റിപ്പോർട്ടർ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്ന ഓൺലൈൻ ഡിജിറ്റൽ സർവേ ആണ്. പക്ഷെ പ്രേക്ഷകർക്കൊരു സംശയമുണ്ടാവും. സൈബർ പോരാളികൾ കൂടുതലുള്ള നാടാണ്. ഡിജിറ്റൽ സാക്ഷരത പോലെ തന്നെ വളരെ പെട്ടെന്ന് പടയിറങ്ങാം. ആ പടയിറങ്ങി ഒരുമിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വോട്ട് ചെയ്യുന്നത് തടയാൻ എന്തുണ്ട് ഇതിൽ മാർഗം? ഇതിന് കൃത്യമായ ഒരു റെമഡി നമ്മൾ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച് വ്യവസ്ഥയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരാൾക്ക് ഒരു തവണ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ. ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അയാളുടെ പ്രോസസ്സ് പൂർത്തീകരിച്ചതിന് ശേഷം ഒരു OTP അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് വരുന്നുണ്ടാകും. ആ OTP വഴി തൻ്റെ ഐഡൻറ്റിറ്റി സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ കഴിയൂ. ആ വോട്ട് ഒന്നിലേറെ വോട്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻ സർവേ ഏജൻസികളെ ഏൽപ്പിക്കുന്ന സമയത്ത് മുമ്പ് നടന്നിട്ടുള്ള പല സർവേകളുമായി ബന്ധപ്പെട്ട ഏജൻസികളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ ചോദ്യം ചെയ്യപ്പെട്ട പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ കുറെ കൂടെ ട്രാൻസ്പെറൻ്റ് ആയി ജനങ്ങൾക്ക് തന്നെ നേരിട്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധ്യത എങ്ങനെ തേടാം എന്നുള്ളൊരു അന്വേഷണത്തിലാണ് സാങ്കേതികമായി ഒരു വലിയ ദീർഘകാലത്തെ തയ്യാറെടുപ്പിന്റെ ഭാഗമായി നമ്മൾ ഇത്തരത്തിലുള്ളൊരു സർവേ നമ്മൾ ക്രമീകരിച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ ജിബി, ഈ സെഫോളജി എന്നുള്ളത്, തിരഞ്ഞെടുപ്പ് പഠനം എന്നുള്ളത് അക്കാദമികമായ ഒരു എക്സസൈസ് ആയിരുന്നത് പിന്നീട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. നമ്മൾ അമേരിക്കയിലൊക്കെ ഈ ഗാലപ്പ് പോളിനെ കുറിച്ച് പറയുന്നു. അവിടെയാണല്ലോ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് പഠനങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ ശാസ്ത്രശാഖ തന്നെ ഉണ്ടാവുന്നത്. പിന്നീട് നമ്മളത് വ്യാപകമായി കാണുന്നു. ഇപ്പോൾ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ പക്ഷം പിടിക്കാതെ യാതൊരു അജണ്ടയും ഇല്ലാതെ നേരിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. സാമ്പിൾ സൈസാണ് ഇതിൻ്റെ പ്രത്യേകത. പരമാവധി ആളുകൾക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ അവരെ നിർബന്ധിക്കുന്നു. ഓരോ മണ്ഡലത്തിലും എത്രയോ ആളുകൾക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം എന്ന് വെച്ചാൽ സാമ്പിൾ സൈസ് ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും വലുതായിരിക്കാനുള്ള എല്ലാ സാധ്യതയും അൺലിമിറ്റഡ് ആണ്. 140 മണ്ഡലങ്ങളിൽ
പരമാവധി ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ, പരമാവധി വോട്ടുകൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു സാമ്പിൾ സൈസിൽ നിന്ന് നമുക്ക് കൃത്യമായി ചിലപ്പോൾ ഫലം പ്രവചിക്കാൻ കഴിയും. ഓക്കെ, സ്മൃതി, അപ്പോഴും ഇതൊരു റാൻഡം സാമ്പിൾ ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, തിരഞ്ഞെടുപ്പ് പഠനത്തിന്റെ രീതി അനുസരിച്ച് റാൻഡം സാമ്പിളിങ്ങും സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഏതെങ്കിലും ഒരു പ്രത്യേക സാമ്പിൾ ഫ്രെയിമിലൂടെയല്ല നമ്മൾ പോകുന്നത്. പകരം ഇതൊരു ഓപ്പൺ സർവേ ആയതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരാൾക്ക് ഒരു തവണ മാത്രമേ നിലവിൽ രേഖപ്പെടുത്താൻ കഴിയൂ ഒരു മൊബൈൽ ഫോണിൽ നിന്ന്. അതാണ് ഇതിന്റെ പരിമിതിയും സാധ്യതയും. അതാണ് ഉറപ്പായിട്ടും. പക്ഷേ നമുക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകരൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ വരുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ പറയുന്ന വലിയ സാമ്പിൾ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓരോരുത്തർക്കും MLA-മാരെ വിലയിരുത്താമെന്നുള്ളതാണ്. അപ്പോൾ പലയിടത്തും രാഷ്ട്രീയ പാർട്ടിക്ക് അതീതമായി തന്നെ MLA-മാർക്കുള്ള സ്വീകാര്യത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളാണ്. അതിനോടുള്ള ഓരോ ജനങ്ങളുടെയും നിലപാടുകൾ, അഭിപ്രായങ്ങൾ കൂടി പ്രതിഫലിക്കുമ്പോൾ അത് കുറച്ചുകൂടി നല്ല സുതാര്യമായ വ്യക്തതയുള്ള ഒരു സർവേ ആകും. ഓക്കെ, ആന്റോ അഗസ്റ്റിൻ, ഇത് ജനങ്ങളുടെ പൾസ് അറിയാൻ നേരിട്ട് നമ്മൾ നടത്തുന്ന ഡിജിറ്റൽ വിഭാഗം നടത്തുന്ന സർവേ ആണ്. മറ്റൊരു ഏജൻസി ഇല്ല, നമ്പർ 1. നമ്പർ 2, ഇതിലേതെങ്കിലും ഒരു പ്രത്യേക ഫിക്സഡ് സാമ്പിൾ വെച്ചുകൊണ്ടല്ല നമ്മൾ ഈ സർവേ നടത്തുന്നത്. ഇപ്പോൾ ഇത് ഓപ്പൺ ആണ്, അൺലിമിറ്റഡ് ആണ്, നമ്പർ ആണ്. പരമാവധി എത്ര പേരെത്തുന്നോ അത്രയുമാണ് നമ്മളുടെ സാമ്പിൾ. ഇതൊരു റാൻഡം സാമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായും ഇതിനകത്ത് എററുകൾ ഉണ്ടാവാം. ഒരാൾക്ക് വേണമെങ്കിൽ 2 നമ്പറുകളിൽ നിന്ന് ഇതിനൊരു അപകട സാധ്യത ഇതാണ്. പക്ഷേ നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു, പരമാവധി ഒരു മൊബൈൽ ഫോണിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഇതിൽ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കൂ. OTP വെച്ച് നിയന്ത്രിച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ വോട്ടിംഗ് റെസ്പോൺസ് എന്നുള്ളത്. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, MLA നിങ്ങൾക്ക് റേറ്റ് ചെയ്യാം. മറ്റൊന്ന്, നിലവിൽ നമ്മുടെ ഭരണകർത്താക്കളെ വിലയിരുത്താം. ഒപ്പം അധികാര തുടർച്ച ഉണ്ടാകുമോ, ഭരണമാറ്റം ഉണ്ടാകുമോ എന്നുള്ള വിലയിരുത്തലും അവർക്കാവാം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ആന്റോ അഗസ്റ്റിൻ? നമ്മൾ സുതാര്യമായ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഏജൻസികൾ അവരുടേതായ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു വോട്ടിംഗ് രീതികളാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ ഒരു സർവേ, കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു 140 കേരളത്തിലെ 140 മണ്ഡലങ്ങളെ MLA-മാരെ ജനങ്ങൾക്ക് എന്താണ് കഴിഞ്ഞ 5 വർഷം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ ഒരു ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം റിപ്പോർട്ടർ TVയുടെ ഡിജിറ്റൽ വിഭാഗം വലിയ രീതിയിൽ അത് മാസങ്ങളോളം എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ രീതിയിലൊരു സർവേ ആയിട്ട് മുന്നോട്ട്. അപ്പം 100% ഇതിൻ്റെ സർവേ റിസൾട്ട് പുറത്തു വരുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് എന്താണ് എന്നുള്ള കാര്യം ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാവുന്നതാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കും അതൊരു, കാരണം അവർക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം ഒരാളുടെ ഒരു MLA-യുടെ വോട്ട് ഉയർത്താനും താഴ്ത്താനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് അവർക്ക് MLA മോശമാണെങ്കിൽ, MLA മോശമാണെന്നാണ് 70% ആൾക്കാരും അഭിപ്രായപ്പെടുന്നെങ്കിൽ അത് MLA മോശമാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. MLA നല്ലതാണ് എന്നുള്ളതാണ് ജനങ്ങളുടെ 70%, അല്ലെങ്കിൽ എത്രയാണോ അത്രയും ജനങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ മണ്ഡലങ്ങളെയും തിരിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് അവർക്ക് തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു റേറ്റിംഗ് എന്താണെന്ന്. അപ്പം ഒരു OTP-യിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞാലേ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറിൽ ഒരു പ്രാവശ്യം വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു സാമ്പിൾ നടത്തിയ ഒരു ഇലക്ഷൻ അല്ല ഒരു സർവേ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. ലിമിറ്റ് ഇല്ലാത്തൊരു സാമ്പിളാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം. ഒരു വലിയ വിജയമാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മൾ എന്നിത് അവസാനിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. കാരണം നോട്ടിഫിക്കേഷൻ എന്ന് വരുന്നോ അതിനു മുൻപ് തന്നെ നമുക്ക് ഇതിൻ്റെ സർവേ ഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാര്യം നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ പെരുമാറ്റച്ചട്ടം വരും. പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒപ്പീനിയൻ പോളുകളും പ്രീ പോളുകളും നിരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫിക്കേഷനൊപ്പം തന്നെ പറയുന്നു എന്നുള്ളതുകൊണ്ട് നോട്ടിഫിക്കേഷന് തൊട്ടു മുമ്പ് നമ്മൾ ഇതിൻ്റെ സർവേ ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതേസമയം MLA-മാരുടെ റേറ്റിംഗ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന സമയം മുതൽ നിങ്ങൾക്ക് കാണാം, അല്ലേ? ഉറപ്പായും. അതായത് മണ്ഡലത്തിൽ നിന്ന് നേരിട്ട് അവിടുത്തെ എങ്ങനെയാണോ വോട്ട് ചെയ്യുന്നത് അതുപോലെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ സർവേകളും എടുക്കുമ്പോൾ നമുക്കറിയാം ഓരോ മണ്ഡലത്തിലെ ഒരു സാമ്പിൾ സൈസ് ഇത്ര പേര്, 10,000 പേര് അല്ലെങ്കിൽ 15,000 പേര്. അപ്പോൾ അതിൽ ഒരു പൊതു ട്രെൻഡ് എന്താണ്, അങ്ങനെയാണ് ഒരു സർവേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഓരോ മണ്ഡലത്തിലും ആളുകൾക്ക് കൃത്യമായി വോട്ട് ചെയ്യാം. ഒരാൾ വോട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് വോട്ട് ചെയ്യാം. ഒരു MLA എങ്ങനെയാണ് ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചത്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പല മേഖലകളിലെ സംഭാവനകൾ സംബന്ധിച്ച് അപ്പോൾ വളരെ കൃത്യമായിരിക്കും. അതെ.